ഈ പ്രവർത്തകരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കമായിരിക്കുമോ അതോ കോൺഗ്രസ് ഈ പ്രതിഷേധം ഏറ്റെടുക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? സ്വാഭാവികമായി സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും സമാനമായ തരത്തിൽ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഈ പ്രതിഷേധം ആരംഭിച്ചത്. സമരകവാടത്തിന് മുമ്പിലേക്ക് പ്രവർത്തകർ എത്തുകയും ബാരിക്കേഡുകൾ തള്ളി നീക്കാനുള്ള ശ്രമം പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് ചെറുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ 4 തവണ ചെറുത്ത് നീക്കാൻ ശ്രമിച്ചിട്ടും അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. തുടർന്നാണ് പ്രതിഷേധക്കാർ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധം മറ്റൊരു തരത്തിലേക്ക് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഷജീർ ഇപ്പോൾ എന്നോടൊപ്പം ചെയ്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് നയിക്കാൻ പോലീസ് ആദ്യഘട്ടത്തിൽ സംയമനം പാലിച്ചതല്ലായിരുന്നു? നമ്മൾ സ്ഥിരം സമരം ചെയ്യുന്നതാണല്ലോ സെക്രട്ടേറിയറ്റിൽ. കഴിഞ്ഞ 4-5 ദിവസമായി നമ്മൾ സ്ഥിരമായി സമരം ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ബാരിക്കേഡിൽ കടക്കാനുള്ള ശ്രമം നടത്തും, ജലപീരങ്കി അടിക്കും. പക്ഷേ ഇത് അതിനപ്പുറം ബാരിക്കേഡ് പിടിച്ചതിന്റെ പേരിൽ ഒരു പ്രകോപനവുമില്ലാതെ കണ്ടോൺമെന്റ് എസ്ഐയുടെ നേതൃത്വത്തിൽ ആരാണ് ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ്, ആരാണ് സംസ്ഥാന പ്രസിഡന്റ് ചോദിച്ചുകൊണ്ടാണ് വളരെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അതായത് ഇപ്പോൾ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരെ അങ്ങ് അടിച്ചൊതുക്കി സമരത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇത് ADGPയുടെ നേരിട്ടുള്ള നിർദ്ദേശമാണ് ഇവിടുത്തെ കണ്ടോൺമെന്റ് പോലീസും സെക്രട്ടേറിയറ്റ് പോലീസും അനുസരിക്കുന്നത്. അങ്ങനെ സമരങ്ങളെ അടിച്ചമർത്തിയാൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? ഇതിനേക്കാൾ ശക്തമായ സമരം തുടരും, ഒരു തർക്കവുമില്ല. അല്ല, ഇത് എന്താണ് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത? എന്താണ് പരിക്കേറ്റവരടക്കം SI ഇവിടെ നിന്ന് മാറ്റണം. അത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ആ SI മാറുന്നതുവരെ ഞങ്ങൾ സമരവുമായി ഇവിടെ തുടരും. സംസ്ഥാന പ്രസിഡന്റ് ഒരു ആവശ്യവുമില്ലാതെയാണ് ബലമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. അത് അദ്ദേഹമാണ് ഈ സമരം നിയന്ത്രിച്ച് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോയത്. നമുക്കറിയാം, ഒരു സമരത്തിന്റെ തുടക്കത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യുന്ന ഒരു പതിവില്ല. ആ കീഴ്വഴക്കങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബലമായി അറസ്റ്റ് ചെയ്യുന്നു, ഉപാധ്യക്ഷന്റെ തലയടിച്ചു പൊട്ടിക്കുന്നു, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലുന്നു. നിങ്ങളെ ആക്രമിച്ചുവെന്ന് പറയുന്ന SIയുടെ കൈക്കും വലിയ തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഞങ്ങൾ പരിക്കേൽപ്പിക്കാൻ ഞങ്ങളുടെ മാരകായങ്ങളൊന്നുമില്ലല്ലോ. വെറും കൈയോട് കൂടിയല്ലേ ഞങ്ങൾ സമരം ചെയ്തത്. ഞങ്ങളുടെ കയ്യിൽ ഒരു മൂവർണക്കൊടിയല്ലാതെ മറ്റെന്താണുള്ളത്. ഞങ്ങൾ ആക്രമിച്ചാൽ എന്ത് പരിക്കാണ് ഉണ്ടാകാൻ പോകുന്നത്? മറിച്ച് അവരെ ലാത്തിയും ഷീൽഡും ഹെൽമറ്റും എല്ലാം ക്രൂരമായി മർദ്ദിക്കുന്നില്ലേ? ഇവിടെ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ. കയ്യിലുള്ള പോലീസുകാരൻ തല്ലിയതായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അടിക്കുന്നതിനിടയിൽ കിട്ടിയ പരിക്കായിരിക്കും. അതല്ല, ഞങ്ങളുടെ കയ്യിൽ വടിയൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന് ആക്രമിക്കാൻ വേണ്ടി. ഞങ്ങളൊരു ചെറിയ കല്ല് പോലും എറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ ദേഹത്ത് ഒരു തുള്ളി ചോര വീണിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ എത്ര യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയാണ് അടിച്ച് ഇല്ലാതാക്കിയത്? ഇങ്ങനെയാണോ സമരത്തെ ഒരു ഭരണകൂടം നേരിടുന്നത്? ഇത് ഇവിടെ പിണറായി വിജയനല്ല ഇന്ന് കേരളത്തിലെ ഭരിക്കുന്നത്. കൃത്യമായി RSSന്റെ നിർദ്ദേശമനുസരിച്ച് ADGP അജിത് കുമാറാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. RSSന്റെ നിർദ്ദേശമനുസരിച്ച് യൂത്ത് കോൺഗ്രസിനെ അടിച്ചൊതുക്കാൻ ADGP നിർദ്ദേശം കൊടുക്കുന്നു. ഈ പോലീസ് അതുപോലെ അനുസരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പിണറായി വിജയൻ വെറും ഡമ്മി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഈ പ്രതിഷേധിക്കുന്ന സ്ഥലം പ്രധാനപ്പെട്ട റോഡാണ്. ഈ MG റോഡ് 1.5 മണിക്കൂറായി ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു. സമര കേന്ദ്രമാണല്ലോ. ജനാധിപത്യ രീതിയിൽ സമരം നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണല്ലോ. എല്ലാ അഴിമതികൾക്കെതിരെയും ഇതുപോലുള്ള സ്വജനപക്ഷപാതത്തിനെതിരെയും സ്ഥിരം സമരം നടത്തുന്നതാണല്ലോ. ഇത് ആദ്യമായിട്ടല്ലോ സമരം ഇവിടെ നടക്കുന്നത്. ഇതിനു മുമ്പും സമരം നടന്നിട്ടുണ്ടല്ലോ. ഈ കഴിഞ്ഞ 6 ദിവസവും ഞങ്ങൾ സമരം ചെയ്തല്ലോ. അപ്പോൾ 6 ദിവസവും സമരം ചെയ്തപ്പോൾ ഈ പ്രകോപനം ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പം പിന്നെ ശശിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ സമ്മർദ്ദം ഇല്ലാതാക്കാത്തതിന്റെ ഒരു തുടർക്കഥയായിട്ടാണ് ഈ സമരം ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായത്. നിങ്ങൾ എങ്ങനെ എപ്പോഴും ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതാണ്? KPC പ്രസിഡന്റോ KPCയുടെ ചുമതലയുള്ള ഭാരവാഹികളോ വന്നതിന് ശേഷം സംസാരിക്കും. അതല്ലെങ്കിൽ ആ പോലീസിനെ മാറ്റും. എന്തായാലും M. ലിജു ഉൾപ്പെടെയുള്ള KPCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായി നിയമനം M. ലിജു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമര കവാടത്തിലേക്ക് സമര ഗേറ്റിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. പ്രവർത്തകരെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവരാണ് താഴെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. സ്വാഭാവികമായി അരമണിക്കൂറിലധികമായി MG റോഡിൽ അദ്ദേഹം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഒരുപക്ഷെ ഈ വരുന്ന ആംബുലൻസിൽ അല്ലെങ്കിൽ ഇവിടേക്ക് എത്താൻ പോകുന്ന ആംബുലൻസിൽ അബിൻ വർക്കിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായി പോലീസിന്റെ ആംബുലൻസിൽ പോവുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അബിൻ വർക്കി ഉൾപ്പെടെ പരിക്കേറ്റ നേതാക്കൾ. പോലീസ് അവരെ റിമാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ഒരു നീക്കത്തിൽ നിന്ന് അവർ പിൻവാങ്ങിയത്. അവനെ ഈ പൊസിഷനിൽ തുടരാൻ സമ്മതിക്കില്ല. അവനെ മാറ്റി AC ഉറപ്പ് തരാതെ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല.
പ്രസിഡന്റ് വരുന്നുണ്ട്. പ്രസിഡന്റ് വന്നിട്ട് നമുക്ക് തീരുമാനമായിട്ട് നമ്മൾ പോകുന്നു. പ്രവർത്തകർ അവിടെ സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് KPCC പ്രസിഡന്റ് സ്ഥലത്തെത്തിയതിനു ശേഷം ആശുപത്രിയിലേക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്ന് പ്രവർത്തകർ പരസ്പരം പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലിജുവിന്റെ നേതൃത്വത്തിലൊക്കെ ആശുപത്രിയിൽ എത്തിക്കാൻ അനുനയത്തിനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ ആ SIയെ ഡിവൈഎഫ്ഐക്കാരനെന്ന് യൂത്ത് കോൺഗ്രസുകാർ ആരോപിക്കുന്ന SIയെ മാറ്റാതെ ഇവിടെ നിന്ന് മാറില്ല എന്ന നിലപാടിലാണ് അബിൻ വർക്കി. നമ്മൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത് ഈ യൂത്ത് കോൺഗ്രസുകാർ ആരോപിക്കുന്ന SIയെ ആണ് ദൃശ്യങ്ങളിൽ കാണുന്നത്.